പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 10 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചിന്തിക്കാനാകുക. അതിൻ്റെ അകത്ത് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി ചെയ്ത സമയത്ത് 5000 പേരെ തീറ്റി പോഷിപ്പിക്കുന്ന കാര്യത്തെ പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് യേശു ക്രിസ്തു വിജനമായ സ്ഥലത്തിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒത്തിരി ആൾക്കൂട്ടം യേശു ക്രിസ്തുവിൻ്റെ കൂടെ അടുത്ത് വന്നു. അതിന് അവിടെ യേശു ക്രിസ്തു അവർക്ക് സുവിശേഷം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ദൈവവചനങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വൈകിട്ട് ആയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് വീട്ടിൽ പോകണമായിരുന്നു. അപ്പം അവർക്ക് ആഹാരമില്ലായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 5 റൊട്ടിയും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 റൊട്ടിയും 2 മീനും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു അത് വാഴ്ത്തിയിട്ടത് യഹോവയ്ക്ക് താങ്ക്സ് പറഞ്ഞ് അത് അവർ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, ഇത് കൊടുക്കാൻ പറഞ്ഞു. അവരത് കൊടുത്തു. തൃപ്തരായി കഴിഞ്ഞിട്ട് ശേഷം 12 കൊട്ടകൾ അത് അധികം വരികയും ചെയ്തു. ഇപ്പം ഇങ്ങനെ യേശു ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, അതിശയകരമായ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൈവികമായ പ്രവൃത്തിയാണ്. ഈ ദൈവികമായ പ്രവൃത്തിയിൽ നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ദൈവം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എന്ത് കുറവുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തോട് നമ്മൾ കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അത് പൂർത്തീകരിച്ച് തരുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശാരീരിക ആവശ്യങ്ങളുമുണ്ടല്ലോ ദൈവം എപ്പോഴും നമ്മളെ പറ്റി കരുതലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 പറയുന്ന ഈ പ്രകാരമാണ്. അതായത് നിങ്ങൾ യഹോവയുടെ രാജ്യം തിരഞ്ഞെടുക്കുവിൻ, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു കുറവും അതിൻ്റെ അകത്തുണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നത് ഈ പ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ആദ്യം യഹോവയുടെ രാജ്യം കണ്ടെത്തുവീൻ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറവുണ്ടാകാതെ നിങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കിത് മനസ്സിലാക്കേണ്ടത്, എപ്പോഴും യഹോവയുടെ നമുക്ക് തരുന്ന കാര്യത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ കൈയുണ്ടല്ലോ വലുതായി ഇരിക്കും. അത് യഹോവ എപ്പോഴും നമുക്ക് തരാനായിട്ടാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശിഷ്യന്മാരുടെ കയ്യിൽ വെറും 5 റൊട്ടിയും 2 മീനേ ഉള്ളായിരുന്നു. പക്ഷേ യഹോവയുടെ കൈ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ 5000 പേരെ പോഷിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇവിടെ വീടുകളിൽ വളരെ നമുക്ക് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ യഹോവയുടെ കൈ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കുറവുകൾ അതിൽ നികത്തി കിട്ടുമെന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, കുറച്ചേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ യഹോവ എനിക്കത് തന്ന് അത് പൂർത്തീകരിച്ച് എൻ്റെ ആവശ്യങ്ങളെല്ലാം മൊത്തം. അപ്പോൾ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്ന, യഹോവ എപ്പോഴും നമ്മുടെ എല്ലാ കൃപകളും നമ്മളെ വളർത്തിയെടുത്തു തരുമെന്നാണ് പറയപ്പെടുന്നത്. യഹോവയിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ യഹോവ നമ്മുടെ കൃപകൾ എല്ലാം വളർത്തിയെടുത്തു തരും. എന്താ വെച്ചാൽ യഹോവ അദ്ദേഹത്തിൻ്റെ സേവകനെ എപ്പോഴും ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഓരോ സേവകന്മാരും നമ്മൾ യഹോവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ യഹോവ എങ്ങനെ ആശീർവദിച്ചിട്ട് റൊട്ടി ശിഷ്യന്മാരുടെ കൊടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞോ, അതുപോലെ തന്നെ യഹോവ നമ്മുടെ ഓരോരുത്തരിൽ നിന്ന് നമ്മളെ ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപകാരമായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഉപകാരം ചെയ്യുമ്പോൾ വിചാരിച്ചോണം, നമ്മൾ അവിടെ ചെയ്യുന്ന പണികൾ അത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അത് യഹോവയുടെ ഇഷ്ടത്തിന് യഹോവ നമ്മളെ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഓരോ സമയങ്ങളിൽ ദൈവം നമ്മുടെ കൈ കൊണ്ട് നമ്മളെ ഉപകാരം
ചെയ്യിപ്പിക്കാനായിട്ട് യഹോവ എപ്പോഴും നമ്മൾ സന്നിധരാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ യഹോവയോടിട്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ ആ കാര്യം നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം യഹോവ എല്ലാ വിശ്വാസികളുടെയും ത്രൂവിലാണ് യഹോവ മറ്റുള്ളവരെ ഉപകരിക്കുന്നത്. അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം അധ്യായം വചനത്തിൽ പറയുന്നത്, എനിക്ക് വചനം ഫ്രീ ആയിട്ട് കിട്ടി, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ യഹോവയുടെ വചനം എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിന് ഫ്രീ ആയിട്ട് കിട്ടി, അത് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പോൾ വചനം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ്. ഇന്ന് നമ്മൾ വചനം വിറ്റിട്ട് കാശ് മേടിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ വചനം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള ചുമതല നമ്മുടെ ഇത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ ഫ്രീ ആയിട്ട് മറ്റുള്ളവരെ അറിയിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം. അപ്പോൾ ഇന്ന് ഇതിനകത്ത് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സംഭവങ്ങൾ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു എല്ലാ വ്യക്തികൾക്കും ഉണ്ടല്ലോ, അത് അവർക്ക് ഉചിതമായ ഉണ്ടല്ലോ, അവർക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളപ്പോൾ ആധ്യാത്മികമായ അവർക്ക് ആവശ്യങ്ങൾക്ക് അവർക്ക് പ്രാഥമികത കൊടുത്തിട്ട് അതിൻ്റെ ആ വിശപ്പ് അവർക്ക് തീർക്കാനായിട്ടാണ് യഹോവ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യഹോവയുടെ ഉപകരിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഹോവയുടെ കൂടെ അടുത്ത് നിന്നുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ യഹോവയ്ക്ക് മറ്റുള്ളവരെ ഉപകരിക്കാൻ സാധിക്കത്തുള്ളൂ. അത് സുവിശേഷമായിക്കോട്ടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനകർമ്മങ്ങളായിക്കോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങളായിക്കോട്ടെ, ശാരീരിക സേവനങ്ങളായിക്കോട്ടെ, എല്ലാ രീതികളെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മൾ പലവട്ടവും നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ പൈസ കുറവാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ നമ്മൾ യഹോവ പറയുന്ന ഇതാണ്, നീ എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിൻ്റെ കാര്യങ്ങളുമെല്ലാം വളർത്തിയെടുത്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചെറിയൊരു അരിയെ ഭൂമിയിലിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു വൃക്ഷമായി മാറുന്ന പോലെ തന്നെ നമ്മൾ യഹോവയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അരി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആ ഫലപുഷ്ടി ഉണ്ടാകുന്ന നമ്മുടെ ആ വൃക്ഷമുണ്ടല്ലോ, നമ്മൾ വളർന്നു കിട്ടും. അന്നേരം ആത്മീയ വൃക്ഷം നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു പാവപ്പെട്ട പയ്യൻ ഒരു ചർച്ചിൽ പോകുന്നുണ്ട്, അവൻ്റെ 2 റൊട്ടികളുണ്ടായിരുന്നു. അത് ചർച്ചിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആ ഭക്ഷണം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പയ്യൻ്റെ ആ 2 റൊട്ടി കൊടുത്ത് ആ കൊച്ചവനുണ്ടല്ലോ ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് അവൻ കൊടുത്തു. അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ അല്ലെങ്കിൽ ഫാദർ അതിനെ ബ്ലെസ്സിങ് കൊടുത്തിട്ട് ആ റൊട്ടി എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ ആ പയ്യന് അത് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറണം. നമ്മൾ ആഹാര കാര്യങ്ങളായാലും ശരി, ആത്മീയപരമായ കാര്യങ്ങളായാലും ശരി, നമ്മുടെ ശാരീരിക ആവശ്യങ്ങളായാലും ശരി, മറ്റുള്ളവർക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരുമ്പോൾ മാത്രമേ നമുക്ക് ദൈവം നമ്മളെ പ്രസാദിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മെയിനായിട്ട് മുഖ്യമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, യഹോവയുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ എന്താണെന്ന് യഹോവയ്ക്ക് അറിയാം. അത് നമ്മളനുസരിച്ചാണ് യഹോവ നമ്മളോട് പെരുമാറുന്നത്. അത് 2-ാമത്തെ കാര്യം, നമ്മുടെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് യഹോവയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അത് വലുതായി മാറുന്നു, അത് കൂടുതലായി മാറുന്നു. 3-ാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, യഹോവ എപ്പോഴും നമ്മളെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനായിട്ടാണ് യഹോവ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നത്. നമ്മളിൽ കൂടിയുണ്ട് വേണം മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകേണ്ടതെന്നാണ് യഹോവ ചിന്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഉപവാസത്തിൻ്റെ 77-ാം ദിവസം നമ്മളിത് ചിന്തിക്കുമ്പോൾ, നമുക്ക് വലിയൊരു ഉപവാസത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സമർപ്പണത്തിൻ്റെ ദിനമാണിത്. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. വിശ്വാസം
വിശ്വാസത്തിൻ്റെ സമയത്ത് സമയങ്ങളും സാമർഥ്യവും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉണ്ടല്ലോ. യഹോവയിൽ നമ്മൾ സമർപ്പിക്കപ്പെടണം, അതിനാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത് വിശ്വാസത്തിൻ്റെ സന്ദേശമായിട്ടാണ് ഇത് നമുക്ക് ഈ മനസ്സിലാക്കപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കണം. വിശ്വാസത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളും അത് നികത്തപ്പെടും, അത് വളർന്നു വരും. മൂന്നാമത് നമ്മൾ സേവനത്തിൻ്റെ ഒരു ആഹ്വാനമാണ് നമുക്ക് ചെയ്യപ്പെടുന്നത്. എങ്ങനെ ശിഷ്യന്മാർ അവിടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും റൊട്ടികൾ വിതരണം ചെയ്തു, അതുപോലെ തന്നെ വിശ്വാസികളുടെ ആത്മീയവും ശാരീരികവും സേവനത്തുകൊണ്ട് അവരിൽ തന്നെ ഒരു വികസനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ജീവിതത്തിൽ 5 റൊട്ടിയും 2 മീനും കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടും, അത് മറ്റുള്ളവർക്ക് പകർന്നു കിട്ടുമെന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മുടെ ഒരു നിസ്സാരമായ സഹകരണം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതലായി ബ്ലെസ്സിങ് അത് ആയിത്തീരുന്നു. അപ്പോൾ ആ ബ്ലെസ്സിങ്ങാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്ന് നമ്മളെ യേശു ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും, ആഹാരകാര്യമായാലും ശാരീരികമായാലും ആത്മീയമായാലും എല്ലാ രീതിയിലും നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ കുറച്ചേ കാണത്തുള്ളൂ, പക്ഷേ അത് വിശ്വാസത്തോടു കൂടി യഹോവയ്ക്ക് കൊടുക്കുമ്പോൾ അത് വലിയതായി മാറും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നമ്മൾ വിശ്വസിച്ച് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. ദൈവം ഈ വചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ കൂടി നമ്മൾ ഈ വചനത്തിനെ സ്വീകരിക്കുകയും ഇതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത്. ഗോഡ് ബ്ലെസ് ടു ഓൾ.